ഹലോ എവ്രി വൺ, താങ്ക് യു സോ മച്ച് ഫോർ ക്ലിക്കിംഗ് ദിസ് വീഡിയോ. ഞാനിന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ബുക്ക് ഫെസ്റ്റിവലിന് പോയതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് വ്ളോഗ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇങ്ങനൊരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കയറാം. അകത്തേക്ക് ചെന്ന പാടെ ഞാൻ ആദ്യം തന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഗാർഡനാണ്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഗാർഡൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര രസമായിട്ടാണ് ലൈറ്റ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈവനിങ് ടൈം പോയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. എന്നെപ്പോലെ ചെടികൾ ഗാർഡനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുക അവിടുത്തെ ഗാർഡനും പ്ലാന്റ്സും പൂക്കളും ഒക്കെയാണ്. പൊതുവേ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്ലാന്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ അതായിരിക്കും കൂടുതലും ആലോചിക്കുക. അപ്പോൾ അതൊന്നും ഇവിടെ നടപ്പില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇങ്ങനൊരു സ്പോട്ട് കാണാൻ പറ്റി. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഇവിടെ ആൾക്കാരുടെ ഒരു ക്യൂ ആയിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പറ്റാവുന്ന വിധത്തിൽ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പായി. പിന്നെ നമ്മൾ ബുക്ക് സ്റ്റാളിലേക്കാണ് പോയത്. ബുക്ക് സ്റ്റാളുകൾ 300-ലധികം ബുക്ക് സ്റ്റാളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. എല്ലാ ബുക്സിനും 20% ഓഫ് ഉണ്ടായിരുന്നു. കൂടാതെ ഒരു പുസ്തകം മേടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു കൂപ്പൺ തരുമായിരുന്നു. ലക്കി ഡ്രോ സമ്മാന കൂപ്പണാണ്. അത് നമുക്ക് അവിടുത്തെ ലക്കി ഡ്രോ ബോക്സിൽ നിക്ഷേപിച്ചാൽ നമുക്ക് 500 റുപ്പീസിൻ്റെ പുസ്തകങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടും എന്നാണ് പറഞ്ഞത്. ആരാണ് ഭാഗ്യശാലി എന്നെനിക്കറിയില്ല. ഞാനും എൻ്റെ കൂപ്പൺ അവിടെ ഇട്ടിട്ടാണ് വന്നത്. സോ കണ്ണെത്താ ദൂരത്തോളം ബുക്കുകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ പ്രത്യേക ഭംഗിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ബുക്കുകൾ എടുക്കുക, തുറക്കുക, മണപ്പിക്കുക, തിരിച്ചു വയ്ക്കുക, താളുകൾ മറിക്കുക, എടുക്കുക, തുറക്കുക. ഇത് തന്നെയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാ സ്റ്റോളുകളിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചില DC ബുക്സ്, മാതൃഭൂമി പബ്ലിഷേഴ്സ് അതുപോലെയുള്ളിടത്തൊക്കെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ കണ്ട പുസ്തകമാണ് മൽബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ. ഇൻസ്റ്റാഗ്രാമിലെല്ലാം നല്ല ഹൈപ്പുള്ളൊരു പുസ്തകമാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം പറയണേ, നല്ല പുസ്തകമാണോ അല്ലേന്ന്. എന്തായാലും ഞാൻ മേടിക്കാൻ പോയ പുസ്തകത്തിൻ്റെ കൂട്ടത്തിൽ ഈ ബുക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാനത് മേടിച്ചിരുന്നില്ല. ഞാൻ ഓൾറെഡി എനിക്ക് മേടിക്കാൻ ആഗ്രഹമുള്ള പുസ്തകങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടാണ് പോയത്. അതൊക്കെ തന്നെയാണ് ഞാൻ മേടിച്ചതും. അതുകൊണ്ട് ഈ പുസ്തകം മേടിക്കാൻ പറ്റിയില്ല. മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ബഡ്ജറ്റ് അതിനനുവദിച്ചില്ല. പിന്നെ നമ്മൾ കുറച്ച് നടന്നു വരുമ്പോൾ ഇങ്ങനെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെയും നമ്മൾ പുസ്തകങ്ങൾ നോക്കി ഇങ്ങനെ നടന്നു. എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളുമുണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് തുടങ്ങി ഇതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള ബുക്കുകൾ, പലതരത്തിലും ബുക്കുകൾ അവൈലബിൾ ആയിരുന്നു. പുസ്തകമേളയാണല്ലോ, പുസ്തകോത്സവമാണല്ലോ, അപ്പം ഒത്തിരി പുസ്തകങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഷോപ്പിൽ ചെന്നപാടെ ഈ അച്ഛനും മകനും ഒരു തർക്കത്തിലായിരുന്നു. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഞാനും നോക്കി. ഫൈനലി മനസ്സിലായി പുസ്തകത്തിൻ്റെ പേരിലാണ് തർക്കം നടന്നത്. എന്തായാലും അത് വിട്ടേക്കൂ. അനശ്വരതയിലെ നീലനക്ഷത്രം ചുമ്മാ ഫോക്കസ് ചെയ്തതാണ്. എൻ്റെ പേര് കണ്ടതുകൊണ്ട് ചുമ്മാ ഒന്ന് ഫോക്കസ് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പേരിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കാണുന്നത്. പൊതുവെ പ്രണയം പുസ്തകങ്ങളിലൊക്കെ എൻ്റെ പേരിങ്ങനെ കാണാറുണ്ട്. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു മൈ പാരൻസ്. അവർ ഈ പേര് എനിക്ക് ഇട്ട് തന്നത് എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പേര്. സോ എന്നെപ്പോലെ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പിന്നെ നമ്മൾ കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ നോക്കി നടന്നു. പുസ്തകങ്ങൾ നോക്കി നടക്കുന്നത് തന്നെ നല്ല സുഖമുള്ള പരിപാടിയാണ്. കാരണം ഞാൻ ലൈബ്രറിയിൽ പോകുമ്പോഴാണ് കൂടുതൽ പുസ്തകങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കാറ്. പുസ്തകങ്ങളുടെ ഇടയിൽ നിന്ന് പുസ്തകങ്ങളെ തലോടി അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്നത് തന്നെ എനിക്ക് ഇഷ്ടമുള്ള പരിപാടികളിലൊന്നാണ്. അപ്പം എന്നെപ്പോലെ ആയിരിക്കും നിങ്ങളിൽ പലരും എന്ന് വിചാരിക്കുന്നു. പുസ്തകങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതുപോലെ പുസ്തകമേളകളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ബുക്ക് ഷോ ഒക്കെ വരുമ്പോൾ പോയി കാണേണ്ടുന്നത് തന്നെയാണ്. ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നും. ബിക്കോസ് എന്നെ തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര പുസ്തകങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ രാത്രി 12-ന് ശേഷം എൻ്റെ കയ്യിലുള്ള പുസ്തകമാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികളും. ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം വൈറലായിട്ടുള്ള ബുക്കുകളാണ്. നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ എന്നോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഒരുപാട് സ്റ്റോളുകളുണ്ട്. ചില സ്റ്റോളുകളിൽ ഭയങ്കര തിരക്കായിരുന്നു. DC ബുക്സ്, മാതൃഭൂമി പോലെയുള്ള സ്റ്റോളുകളിലൊക്കെ അവരുടെ അങ്ങനത്തെ പബ്ലിഷേഴ്സിൻ്റെ സ്റ്റോളുകളിലൊക്കെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പുസ്തകങ്ങൾ എടുക്കാൻ തന്നെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് മാറി നിന്നാലൊക്കെയാണ് പുസ്തകം കിട്ടുക. അല്ലാത്ത കുറേ ബുക്ക് സ്റ്റോളുകളുണ്ടായിരുന്നു. അവിടെ ഒന്നും തീരെ ആൾക്കാരുണ്ടായിരുന്നില്ല.
ഇഷ്ടാനുസരണം നമുക്ക് പോയി നോക്കാം, വീഡിയോ എടുക്കാം, തിരിച്ചു വരാം. പ്രത്യേകിച്ചൊന്നും മേടിക്കാനൊന്നും നിന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനൊരു പുസ്തകം കണ്ടു, മാധവിക്കുട്ടി ഈ ജീവിതം കൊണ്ട് ഇത്രമാത്രം. ഈ ജീവിതം കൊണ്ട് ഇത്രമാത്രം. എനിക്കതിൻ്റെ ടൈറ്റിലൊക്കെ ഇഷ്ടമായി. എന്താണ് ആ ബുക്കിൻ്റെ അകത്തുനിന്ന് എനിക്കറിയില്ല. നിങ്ങളാരെങ്കിലും ആ പുസ്തകം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ എൻ്റെ അവസ്ഥ ശരിക്കും ഇതായിരുന്നു. CID ന്യൂസിലെ ബിന്ദുപണിക്കറാണ്. ഏത് പുസ്തകം എടുക്കണം, എന്തെടുക്കണം എന്നൊന്നും അറിയാതെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഫൈനലി നമ്മളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഭയങ്കര ആൾക്കൂട്ടം കണ്ടു. എന്താണെന്ന് ചോദിച്ചപ്പോൾ മെൻ്റലിസ്റ്റ് ആദിയുടെ ഷോ നടക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ മെൻ്റലിസ്റ്റ് ആദിയുടെ ഷോ കാണാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഈ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ ആദിയുടെ ഷോ എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോയ ദിവസമാണ് ആദിയുടെ ഷോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മിസ് ചെയ്തു ആ ഷോ. ഭയങ്കര വിഷമം തോന്നി എനിക്ക്. കാരണം ഞാൻ വന്ന സമയം കൊണ്ട് ഈ ഷോ കാണാൻ കയറിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചെങ്കിലൊക്കെ കാണാമായിരുന്നു എന്നെനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ അകത്ത് കയറി. ഓവർ ക്രൗഡഡ് ആയിരുന്ന കാരണം ആ ഹോൾ അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഇടയിലൂടെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ അകത്തേക്ക് തള്ളിക്കയറി. പോയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. TVയിലാണ് എനിക്ക് കാണാൻ പറ്റിയത്. പിന്നെ അവിടെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന് നമ്മൾക്ക് ഓൾറെഡി കിട്ടിയ സമ്മാന കൂപ്പൺ ഈ ലക്കി ഡ്രോയിൽ നിക്ഷേപിച്ചു. തീരെ ഭാഗ്യമില്ലാത്ത ഒരാളായതുകൊണ്ട് എനിക്കത് കിട്ടുമെന്നൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. എന്നാലും എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പം പോയതിനേക്കാൾ മനോഹരമായിരുന്നു പുറത്തെ കാഴ്ചകൾ കാണാനായിട്ട്. കാരണം എല്ലാ ലൈറ്റ്സും ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പോയപ്പോൾ നമ്മൾ കയറുന്ന സമയത്ത് ഇത്രയും ലൈറ്റ്സ് ഉണ്ടായിരുന്നില്ല. തിരിച്ചിറങ്ങിയപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ ലൈറ്റ്സ് അറേഞ്ച്മെൻ്റൊക്കെ. നീല, പച്ച, ചുമപ്പ്, വെള്ള, ഇങ്ങനെ എല്ലാ കളേഴ്സുമായിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഇതെല്ലാം ഒന്നുകൂടി വീഡിയോ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം ഈ ലൈറ്റ്സ് അറേഞ്ച്മെൻ്റൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ലൈറ്റ്സ് അറേഞ്ച്മെൻ്റൊക്കെ എല്ലാ കളേഴ്സും ഒക്കെ ആയിട്ട് ഭയങ്കര വർണ്ണാഭമായ ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം കൂടി അവിടെ ഇങ്ങനെ നിന്നു. പറ്റാവുന്നത്ര വീഡിയോസ്, ഫോട്ടോസ് എല്ലാം എടുത്തു. നമ്മൾ അവിടുന്ന് ഇപ്പം പുറത്തേക്ക് പോവുകയാണ്. ഇതായിരുന്നു ഇറങ്ങുന്ന സമയത്തുള്ള എൻട്രൻസിൻ്റെ അവസ്ഥ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ എല്ലായിടത്തും ആൾക്കാരുടെ ഒരു തിക്കും തിരക്കുമായിരുന്നു. എന്തിനാണ്? ഫോട്ടോ എടുക്കാനാണ്. എല്ലാവരും എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവിടുന്ന് എല്ലാം കണ്ട് ഇറങ്ങിയപ്പോൾ അമ്മയ്ക്ക് തലവേദനിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പുറത്തൊരു കടയിൽ പോയിട്ട് ചായയും ജ്യൂസുമാണ് കുടിച്ചത്. ഞാൻ മേടിച്ച പുസ്തകമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും.